Hello designers, welcome back to UX UI Mania. How to get started in UI UX design. എങ്ങനെ ഒരു UI UX ഡിസൈനിലേക്ക് നമുക്ക് കടന്നു വരാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് നല്ലൊരു UI UX ഡിസൈനർ ആകാം, എങ്ങനെ എൻ്റെ കരിയർ പുതിയതായിട്ട് UI UXലേക്ക് മാറ്റാം. ഈ ഒരു ക്വസ്റ്റ്യനുകൾ വളരെ കുറേ നാളുകളായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഞാൻ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിനെല്ലാത്തിനും സൊല്യൂഷനായിട്ട് ഗ്രാഫിക് ഡിസൈനിങ്ങിലുള്ള സുഹൃത്തുക്കൾക്ക് എങ്ങനെ UI UXൽ കയറാം, അതെല്ലാം ഒരു ഫ്രഷറായിട്ട് ബിടെക്കോ MBA MCA ഒക്കെ കഴിഞ്ഞ് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട്. ഞാൻ ബിടെക് കഴിഞ്ഞതാണ്, ഞാൻ MBA കഴിഞ്ഞാണ്, MCA കഴിഞ്ഞാണ്, പക്ഷേ എനിക്ക് UI UX പഠിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. എങ്ങനെ നമുക്ക് ഫ്രം ദ സ്ക്രാച്ച് തുടക്കത്തിൽ നിന്ന് എങ്ങനെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി എങ്ങനെ ഈ ഫീൽഡിലേക്ക് വരാം, എങ്ങനെ ഈ ഒരു ഫീൽഡിനെ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ള ഒരുപാട് സംശയങ്ങൾ. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നമുക്ക് ഒരു UI UX ഡിസൈനർ ആകാൻ വേണ്ടുന്ന വളരെ തുടക്കം മുതൽ, അത് എന്ത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരായിക്കോട്ടെ, ഡിസൈനിങ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവരായാലും അല്ലാത്തവരായിരുന്നാലും ഒക്കെ തന്നെ നമുക്ക് ഇപ്പോഴത്തെ വളരെ ഹൈലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു UI UX ഡിസൈൻ ഒരു ഡെസിഗ്നേഷൻ നമുക്ക് അക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് നമുക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ പോയിന്റ്സുകളും നിങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നല്ലതുപോലെ സ്കിപ്പ് ചെയ്യാതെ കാണുക, മനസ്സിലാക്കുക. നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾക്കത് നിങ്ങളുടെ കരിയർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അത് സഹായിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ആ മെത്തേഡുകൾ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് നല്ല ഒരു കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന നല്ലൊരു ഇൻഡസ്ട്രിയാണ് UI UX ഡിസൈൻ എന്ന് ഒരിക്കൽ കൂടെ പറയുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു UI UX ഡിസൈനർ ആകുന്നതെന്ന് വൺ ബൈ വൺ ആയിട്ട് കുറച്ച് പോയിന്റുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് അണ്ടർസ്റ്റാൻഡ് വാട്ട് UI ആൻഡ് UX ഡിസൈൻ ഈസ്. എന്താണ് UI, എന്താണ് UX തുടങ്ങി ഈ രണ്ട് വാക്കുകൾ എന്താണ് എന്ന് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിൽ ആദ്യത്തെ തന്നെ കുറേ പ്ലേലിസ്റ്റുകൾ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ UX വേഴ്സസ് UI എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അവിടെ പോയി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് UI എന്താണെന്നുള്ളതും UX എന്താണെന്നുള്ളതും പ്രത്യേകമായിട്ട് നമ്മൾ കുറച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ അത് സഹായിക്കും. എനിവേസ്, നിങ്ങൾ ഫ്രഷർ ആയിക്കോട്ടെ, നിങ്ങൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡിസൈനേഴ്സ് ആയിക്കോട്ടെ, ആരായിരുന്നാൽ തന്നെയും നിങ്ങൾക്ക് ഈ ഒരു UIയും UXും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ജോലി. അപ്പോൾ ലോകത്തിലെ വളരെ ടോപ്പായിട്ടുള്ള പല കമ്പനികളിലും ഇന്ന് UI UX ഡിസൈനേഴ്സിനെ ക്ഷണിക്കുന്നത് അവരുടെ വളരെ വാല്യൂബിൾ ആയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻസുകൾ ഡിസൈൻ ചെയ്യാനായിരിക്കും, അവരെ വളരെ വാല്യൂബിൾ ആയിട്ടുള്ള വെബ്സൈറ്റുകൾ ഡിസൈൻ ചെയ്യാനായിരിക്കും, അവരുടെ ഡിജിറ്റൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഡിസൈൻ ആയിരിക്കും ഇത്തരത്തിലുള്ള ഒരു ഡെസിഗ്നേഷൻ നമ്മളെ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡിസൈനർ എന്നുള്ളതിലുപരി എങ്ങനെയാണ് അവരുടെ ഡിജിറ്റൽ വാല്യൂ പ്രോഡക്ട്സുകൾ നമുക്ക് വളരെ വാല്യൂബിൾ ആയിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കി ചെയ്യാൻ കഴിയുന്ന ട്രിക്കുകൾ UIയിലും UXലും ചെയ്യുന്നതെന്നും, UX അതിനെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, UI അതിനെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള നല്ല ഒരു ബേസ്മെൻറ്റ്, നല്ലൊരു ഫണ്ടമെൻ്റൽ നിങ്ങൾക്ക് ആദ്യം ഉണ്ടാക്കുക. അതിന് ഞാൻ പറഞ്ഞതിൻ്റെ നമ്മുടെ UX UI Mania എന്ന് പറഞ്ഞ ചാനലിലെ ആ ആദ്യകാല വീഡിയോകൾ ചിലപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്തേക്കാം. എനിവേസ്, അണ്ടർസ്റ്റാൻഡ് വാട്ട് UI ആൻഡ് UX ഡിസൈൻ ഈസ്. അതെന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ, അപ്പോൾ UIയും UXും നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ആദ്യത്തെ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക ദ ബേസിക്സ് ഓഫ് പ്രിൻസിപ്പിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈനിൻ്റെ, നമുക്ക് ഏതൊരു ഡിസൈൻ ചെയ്യണമെങ്കിലും അത് ഗ്രാഫിക് ഡിസൈൻ ആയാലും യൂസർ ഇൻ്റർഫേസ് ആയാലും എന്ത് ഡിസൈൻ ആയിക്കോട്ടെ, കുറച്ച് ഡിസൈൻ പ്രിൻസിപ്പിൾസ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, ഏതൊരു ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് യൂസർ ഇൻ്റർഫേസിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, നിങ്ങൾ എന്ത് ഡിസൈൻ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരായിരുന്നാൽ തന്നെയും നിങ്ങൾക്ക് ഡിസൈൻ സംബന്ധികമായിട്ടുള്ള കുറച്ച് ബേസിക് പ്രിൻസിപ്പിൾസ് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ആ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ബേസിക്കൽ പോയിന്റുകളാണ് എന്താണ് കളേഴ്സ് എങ്ങനെ ഉപയോഗിക്കണം, കളറിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, എന്ത് ടൈപ്പ് ഓഫ് കളർ വേണം ഉപയോഗിക്കേണ്ടത്, അങ്ങനെ കളറുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ. അതിനുശേഷം ടൈപ്പോഗ്രാഫി, ഫോണ്ട് ഏതാണ് ഉപയോഗിക്കേണ്ടത്, ഫോണ്ടിൻ്റെ സ്റ്റൈൽ ഏതാണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെയുള്ള ടൈപ്പോഗ്രാഫിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ടൈപ്പോഗ്രാഫിയിൽ. ഓക്കെ, പിന്നീട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഗ്രിഡ് സിസ്റ്റത്തെക്കുറിച്ചാണ്. ഗ്രിഡ് സിസ്റ്റം എന്താണെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഓരോ ലേഔട്ടുകളും ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ വളരെ കൃത്യമായ ഒരു ലൈൻ ഇട്ട് അതിൻ്റെ കൃത്യമായ ഒരു ഗ്രിഡോട് കൂടി മാത്രമേ ഡിസൈൻ ചെയ്ത് ശീലിക്കാവൂ. എങ്കിൽ മാത്രമേ അത് വളരെ കൃത്യമായിട്ട് വളരെ പ്രൊഫഷണലായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഗ്രിഡ് സിസ്റ്റം എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ബാലൻസ്, അതിന് കളർ ബാലൻസ് ഉണ്ട്, വിഷ്വൽ ബാലൻസ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ്. ബാലൻസ് എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ ഡിസൈനിങ്ങിൽ ഒരുപാട് ഉപയോഗിക്കുന്നതാണ്. അത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എല്ലാ ഡിസൈൻസുകളെയും വളരെ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് ബാലൻസ് ആയിട്ട് നിർത്തുന്ന കാര്യമാണ് ബാലൻസിങ്. ഓക്കെ, ദെൻ കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഏതാണ് നമുക്ക് കൂടുതൽ ടോപ്പായിട്ട് കാണേണ്ടത്, ഏതാണ് അതിന് ശേഷം കാണേണ്ടത്, അങ്ങനെ ഓരോ കാര്യങ്ങളെ കൃത്യമായ രീതിയിൽ അച്ചടക്കത്തോടു കൂടി ഓരോന്നിൻ്റെയും കോൺട്രാസ്റ്റ് സെറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് കോൺട്രാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന 5
5 പോയിന്റുകളും ഇന്റർഫേസ് ഡിസൈനിങ്ങിൽ അഥവാ ഈ ഡിസൈൻ മേഖലയിൽ നമ്മൾ ഓരോ വ്യക്തികളും അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് നിങ്ങൾ ഡിസൈനേഴ്സ് ആയില്ല പോയെങ്കിൽ പോലും, നിങ്ങൾ ഡിസൈനേഴ്സ് അല്ല മറ്റെന്തെങ്കിലും ഒരു മേഖലയിലാണ് വർക്ക് ചെയ്യുന്നതിരിക്കട്ടെ, നിങ്ങളിപ്പോൾ മാർക്കറ്റിംഗിലാണെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ഒരുപാട് PPT പ്രസൻറ്റേഷൻസ് മറ്റുള്ളതൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ പ്രസൻറ്റേഷൻ മറ്റുമൊക്കെ ചെയ്യുന്ന ടൈമിൽ ആ പ്രസൻറ്റേഷനെ വളരെ ബ്യൂട്ടിഫുൾ ആക്കേണ്ടത് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻ്റർഫേസ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ആ ഇൻ്റർഫേസിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കളറിനെ കുറിച്ചും ടൈപ്പോഗ്രാഫിയെക്കുറിച്ചും ഗ്രിഡിനെ കുറിച്ചൊക്കെ നമ്മൾ ഓരോ പ്ലേലിസ്റ്റുകളായിട്ട് കുറച്ച് വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഇങ്ങനെ ഇട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റിൽ വന്നിട്ട് കളേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷനിലൂടെയും ടൈപ്പോഗ്രാഫി എന്ന് പറഞ്ഞ സെക്ഷനിലൂടെ ഒക്കെ നിങ്ങൾക്ക് കുറച്ച് വീഡിയോകൾ, ഞാൻ എല്ലാത്തിലും ഒരുപാട് വീഡിയോകൾ ഉണ്ടെന്ന് പറയുന്നില്ല, എനിവേസ് കുറച്ച് വീഡിയോകൾ നമ്മൾ ഓരോന്നിലും ഇട്ടിട്ടുണ്ട്. ആ വീഡിയോസിൽ കാണുകയാണെങ്കിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ഐഡിയ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിവേസ്, ഇതാണ് നമ്മുടെ ഡിസൈൻ സാമ്പത്തികമായിട്ടുള്ള ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരം പ്രിൻസിപ്പിൾസുകൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യുന്നത് അണ്ടർസ്റ്റാൻഡ് ദ UX പ്രോസസ്സ്. നമ്മൾ UI ഡിസൈനിങ്ങിൻ്റെ കളർ കോമ്പിനേഷനും മറ്റ് എസ്തെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആദ്യം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ UXനകത്തുള്ള പ്രോസസ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, നമ്മുടെ ഡിസൈൻ തിങ്കിങ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഓൾറെഡി നേരത്തെ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡിസൈനിങ്ങിൻ്റെ ഓരോ പ്രോസസ്സിനെ കാണിക്കുന്നൊരു വീഡിയോ ആണ്. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്തേക്കാം. എനിവേസ്, UX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഡിസൈനിങ്ങിന് ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്നൊരു മെത്തേഡാണ്. ഓക്കെ, ആ മെത്തേഡിൽ വളരെ പ്രധാനമായിട്ടും നിങ്ങൾ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഡിസൈനിനെ കുറിച്ച് ആദ്യമേ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കണം. ആ പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ റിസർച്ച് ചെയ്തിരിക്കണം, അതിനെക്കുറിച്ചൊരു സ്കെച്ച് ഉണ്ടാക്കിയിരിക്കണം, അതിന് ഡിസൈൻ ഉണ്ടാക്കിയിരിക്കണം. ഈ കാണുന്ന പോലുള്ള കുറേ മെത്തേഡുകളിലൂടെ കയറി ഇറങ്ങി മാത്രമേ നമുക്കൊരു UX ഉണ്ടാക്കാൻ പറ്റൂ. ഓക്കെ, ആ UX ഉണ്ടാക്കി കിട്ടുന്ന ആ ഒരു പ്രോഡക്റ്റിനാണ് നമ്മൾ UI ചെയ്ത് ഇൻ്റർഫേസ് ഡിസൈനാക്കി മാറ്റുന്നത്. അപ്പോൾ UIയുടെ ബേസിക് അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ നിങ്ങൾ UX ഫണ്ടമെൻ്റൽസ് ആയ ഈ പോയിന്റുകളും പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വളരെ പ്രധാനപ്പെട്ട ലോകത്തിലെ വളരെ ടോപ്പായിട്ടുള്ള ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡിസൈൻ ടൂളുകൾ ഏതാണെന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ ഓരോരുത്തർ യൂസ് ചെയ്തിരുന്ന വളരെ പ്രധാനപ്പെട്ട ടൂൾസുകൾ എന്ന് പറയുന്നത് Adobe XD, ഫിഗ്മ, സ്കെച്ച് തുടങ്ങിയ കുറച്ച് ഡിസൈൻ ടൂളുകളാണ്. ഈ ടൂളുകൾ എല്ലാം അറിയണമെന്നില്ല, മറിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിലെങ്കിലും നിങ്ങൾ വളരെ എക്സ്പെർട്ട് ആയിരിക്കണം. അതൊരു ഡിസൈൻ ടൂളാണ്. ഓർക്കുക, അഡോബ് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് യൂസർ ഇൻ്റർഫേസ് ഡിസൈനിങ്ങിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ അല്ല. ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഫോട്ടോ എഡിറ്റിങ്ങിനും ഫോട്ടോ മാനിപ്പുലേഷനും വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. മറിച്ച് നമ്മുടെ ഇൻ്റർഫേസ് ഡിസൈൻ പൂർണ്ണമായിട്ടും ചെയ്യുന്നത് ഈ കാണുന്ന പോലുള്ള XDയിലോ ഫിഗ്മയിലോ സ്കെച്ചിലോ ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 3 സോഫ്റ്റ്വെയറുകളും നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ പറ്റിയാൽ വളരെ നല്ലത് തന്നെയാണ്. അതല്ലാത്ത പക്ഷം നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ, അഡോബ് XDയിൽ അല്ലെങ്കിൽ ഫിഗ്മയിൽ, ഇങ്ങനെ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ആ ഒരു ടൂളിനെ നിങ്ങൾ ആദ്യം തന്നെ പഠിച്ച് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടുന്ന ഒരു ഡിസൈൻ ടൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഡിസൈൻ ടൂൾ നിങ്ങൾ കരസ്ഥമാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് പ്രധാനമായിട്ടും വളരെ ഫെമിലിയർ ആയിട്ടുള്ള നമ്മുടെ പ്ലാറ്റ്ഫോമുകളായ ആൻഡ്രോയിഡ്, iOS, ഈ 2 പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾക്കറിയാവുന്നതാണ്. ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. കാരണം നമ്മൾ ചെയ്യുന്ന മൊബൈൽ ആപ്ലിക്കേഷൻസുകളെല്ലാം തന്നെ കൂടുതലും ആൻഡ്രോയിഡിലും iOSിലുമാണ് നിങ്ങൾ കാണുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഒരു ഡിസൈനർ പെർസ്പെക്റ്റീവിലൂടുകൂടി നിങ്ങൾ ആപ്പിൾ ഡെവലപ്പർ എന്ന് പറയുന്ന ഈ കാണുന്ന ഒരു ലിങ്ക് നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ ഇവിടുന്ന് നോക്കി ടൈപ്പ് ചെയ്യുക. അതല്ലെന്നുണ്ടെങ്കിൽ ഈ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. അപ്പോൾ ആപ്പിളിൻ്റെയും മെറ്റീരിയൽ ഡിസൈൻ്റെയും ഈ 2 നിങ്ങളുടെ ഹ്യൂമൻ ഇൻ്റർഫേസ് ഗൈഡ് ലൈൻസിൽ ചെന്നിട്ട് ആ ഗൈഡ് ലൈൻസ് മാക്സിമം നിങ്ങൾ അതിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്തെടുക്കണം. ആ കാണുന്ന എക്സാമ്പിൾസുകൾ, അവർ ഡൗൺലോഡ് ചെയ്യാൻ തരുന്ന അഡോബ് XDയുടെ മറ്റു ഫയലുകൾ, അങ്ങനെയുള്ള ഫയലുകളിൽ നിന്നെല്ലാം തന്നെ നിങ്ങൾക്ക് നല്ല ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചുള്ള ഒരു ഫെമിലിയാരിറ്റി കിട്ടും. അപ്പോൾ എങ്ങനെയാണ് iOSിൽ ഒരു പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് സൈസ് എടുക്കണം, എത്രമാത്രം സ്പേസിങ് കൊടുക്കണം, ബട്ടൺ എന്ത് സൈസ് കൊടുക്കണം, സെർച്ച് ചെയ്യുന്ന ഐക്കൺ എന്ത് സൈസ്, അങ്ങനെ ഓരോ കാര്യങ്ങളും അവരൊരു ഗൈഡ് ലൈൻസ് തരുന്നുണ്ട്. ആ രീതിയിൽ വേണം നമ്മൾ അത്തരത്തിലുള്ള ആപ്പിൾ ഡെവലപ്പർ ലെവലിൽ ചിന്തിക്കുക. മറിച്ച് മെറ്റീരിയൽ ലെവലിലേക്ക് വരുമ്പോഴത്തേക്ക് അതിന് വേണ്ടിയിട്ടും ഒരുപാട് ഗൈഡ് ലൈൻസ് തരുന്നുണ്ട്. അതെല്ലാം ഈ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാനും ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് സ്വയം തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. ചെയ്യുക. അത് രണ്ടും എങ്ങനെയാണെന്നുള്ളതിൻ്റെ അതിൻ്റെ കുറിച്ചുള്ള പ്ലാറ്റ്ഫോംസിനെ കുറിച്ചൊരു ബേസ്മെൻറ്റ് ഈ ലിങ്കുകളിൽ നിന്ന് മനസ്സിലെടുക്കുക നോക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ജോലി. ഓക്കെ,
അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊരു UX UI ഡിസൈനർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റാർട്ട് യുവർ റീഡിംഗ് സ്കിൽ എന്നാണ് പറയുന്നത്. വെച്ചാൽ നിങ്ങളുടെ റീഡിംഗ്, വായിക്കാനുള്ള നിങ്ങളുടെ കഴിവിനെ വളർത്തിയെടുക്കണം. അത് ബുക്സ് ആയിക്കോട്ടെ, ബ്ലോഗ്സ് ആയിക്കോട്ടെ. നമ്മൾ വളരെ നിയറസ്റ്റ് ആയിട്ട് UX UI മാനുവലിലെ വളരെ പ്രധാനപ്പെട്ട 5 ഡിസൈൻ ബുക്സിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയാൽ നോക്കാം. ആ 5 ബുക്കുകളും ഞാൻ വീണ്ടും അന്നും പറഞ്ഞിട്ടുണ്ട്, ഇനിവേ ഇപ്പോഴും പറയുകയാണെങ്കിൽ 5 ബുക്കുകളും നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ 5 പുസ്തകങ്ങളും നിങ്ങൾ വാങ്ങിക്കണം. ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്ത് ഇത് 5ഉം നിങ്ങൾ ടൈം കിട്ടുമ്പോഴത്തേക്കൊക്കെ തന്നെ അത് കുറച്ചായിട്ട് വായിച്ച് മനസ്സിലാക്കണം. കാര്യം 5 ബുക്സ് എന്ന് പറയുന്നത് അത്രത്തോളം നമുക്ക് അറിവുകൾ തരുന്ന ഒരു 5 ബുക്സുകളാണ്. വളരെ വലിയ റേറ്റൊന്നും ആകില്ല. 5 ബുക്സും കൂടെ തന്നെ വളരെ മിനിമമായിട്ടുള്ള വളരെ കുറച്ച് കാശേ ആവത്തുള്ളൂ. ഒരുപാട് ബുക്സിന് പ്രൈസ് ആവുന്നൊന്നും വിചാരിക്കേണ്ട. എനിവേസ് ആ 5 ബുക്സ് നിങ്ങൾ മസ്റ്റായിട്ടും പർച്ചേസ് ചെയ്യേണ്ടതും റീഡ് ചെയ്യേണ്ടതായിട്ടുള്ള ബുക്സുകളാണ്. അതിനോടൊപ്പം ബ്ലോഗ്സുകൾ, ഒരുപാട് നല്ല ബ്ലോഗ്സുകളുണ്ട്. നിങ്ങൾക്കറിയാം UX പിന്നെ അതുപോലെ തന്നെ മീഡിയം, അല്ലെങ്കിൽ അതുപോലെ തന്നെ മുസ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നമുക്ക് ബ്ലോഗ്സുകൾ അവൈലബിൾ ആണ് ഇൻ്റർനെറ്റിൽ. ഒരുപാട് ബ്ലോഗ്സുകളും സ്മാഷ് മാഗസിൻ എന്നൊക്കെ പറയുന്ന മാഗസിനൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് UXനെ കുറിച്ചും UI കുറിച്ചൊക്കെ വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജുകൾ തരുന്ന കുറേ ബ്ലോഗ്സുകളാണ്. അപ്പോൾ എനിവേസ് നിങ്ങൾ ഈ ബുക്സും ഈ ബ്ലോഗ്സും നിങ്ങൾ വായിക്കുക, നിങ്ങളുടെ റീഡിംഗ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കണം. അത് UX മേഖലയിൽ വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്, നിങ്ങളുടെ റീഡിംഗ് സ്കില്ല് എന്ന് പറയുന്നത്. കാര്യം നമുക്ക് വായിക്കുന്നതിലൂടെ കൂടി മാത്രമേ പുതിയ പുതിയ ടെക്നോളജിയും പുതിയ പുതിയ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റൂ. നമ്മൾ നിൽക്കുന്ന മേഖല എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ മേഖലയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്നുള്ളതും അത് ദിനം പ്രതി ഓരോ ദിവസങ്ങളിലും മാറി മാറി പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നതാണെന്നുള്ളതും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ചിന്ത ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ വായനയിലോട് കൂടി പുതിയ പുതിയ അറിവുകൾ, നമ്മളൊരു പത്രം വായിച്ച് ഡെയിലി ന്യൂസുകൾ മനസ്സിലാക്കുന്ന അതേ ലാഘവത്തോടു കൂടി നമ്മുടെ പുതിയ ഇൻഫർമേഷൻസുകളും പുതിയ പുതിയ മാർക്കറ്റിൽ സംഭവിക്കുന്ന കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. എനിവേസ് സ്റ്റാർട്ട് റീഡിങ് ബുക്സ് ആൻഡ് ബ്ലോഗ്സ് വളരെ അത്യന്താപേക്ഷിതമായ ഒരു പോയിന്റാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്കുള്ള നമ്മുടെ സ്ഥിരം നമ്മുടെ എല്ലാവരും ചെയ്യുന്നത് പോലുള്ള വാച്ച് ബെസ്റ്റ് യൂട്യൂബ് ചാനൽസ്. നമുക്ക് വളരെ നല്ല യൂട്യൂബ് ചാനൽസുകൾ കുറേ യൂട്യൂബ് ചാനൽസിലുണ്ട്. ഞാൻ കുറച്ച് ചാനൽസുകൾ ഇവിടെ അതിൻ്റെ ലോഗോസുകളോടെ കൊടുത്തിട്ടുണ്ട്. ഫ്യൂച്ചർ ഫ്ലക്സ് എന്നൊക്കെ പറയുന്നത് വളരെ ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള വളരെ ടോപ്പായിട്ടുള്ള ഇംഗ്ലീഷ് ചാനലുകളാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ഈ ഒരു ചെറിയ മലയാളം ചാനലായ UX മാനിയുടെ ലോഗോയും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മലയാളികളായ ആൾക്കാരാണല്ലോ ഈ വീഡിയോ കാണുന്നത്, അവർക്ക് വേണ്ടിയിട്ട് ഒരു ചാനലിൻ്റെ ലോഗോ വെച്ചതേ ഉള്ളൂ. നിങ്ങൾ ആ ഒരു ലോഗോ നമ്മുടെ UX മാനിയുടെ ചാനലും കൂടി ഇതിൻ്റെ ഇടയിലൂടെ കാണാൻ ശ്രമിക്കുക. എനിവേസ് ഇംഗ്ലീഷിലെ ടോപ്പായിട്ടുള്ള ഈ ചാനലുകളും നിങ്ങളുടെ ചാനൽ ലിസ്റ്റിൽ കൊണ്ടുവരണം. ഇതിൽ കാണുന്ന ഓരോ വീഡിയോസുകളും നിങ്ങൾക്ക് കൂടുതലായിട്ട് UXനെ കുറിച്ചും UI കുറിച്ചും പ്രചോദനം തരുന്നതും ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതുമായിരിക്കും. ഓക്കെ, അതിനുശേഷം എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കി കുറേ ബേസ്മെൻറ്റ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ ഒരു ഡിസൈൻ ടൂൾ കരസ്ഥമാക്കിയതിന് ശേഷം UXൻ്റെ മെത്തേഡ് മനസ്സിലാക്കിയതിന് ശേഷം UIയുടെ നമ്മുടെ ഡിസൈൻ പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ സ്റ്റാർട്ട് ഡിസൈൻ ആൻഡ് ടേക്ക് ഇൻസ്പിറേഷൻ ഫ്രം ദ വേൾഡ്സ് ടോപ്പ് പ്രൊഫഷണൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ഡിസൈൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കൊള്ളുക. നമുക്ക് ഓരോ ഡിസൈൻസുകൾ, ഓരോരോ പ്രോഡക്റ്റുകൾ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കൊള്ളുക. പക്ഷേ അത് എവിടുന്ന് വേണം? ടേക്ക് ദ ഇൻസ്പിറേഷൻ ഫ്രം ദ വേൾഡ്സ് ടോപ്പ് പ്രൊഫഷണൽസ്. ലോകത്തിലെ തന്നെ ടോപ്പായിട്ടുള്ള പ്രൊഫഷണൽ ഡിസൈനേഴ്സ് ചെയ്തിട്ടുള്ള ഡിസൈനുകൾ കണ്ടു വേണം നമ്മൾ ഡിസൈൻ ചെയ്ത് ശീലിക്കാൻ. നമ്മൾ എന്ത് ചെയ്ത് ശീലിക്കുന്നോ ആ ഒരു ശീലം നമ്മളിലേക്ക് അക്യൂർ ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ UX-ലേക്ക് കയറി വരാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു തുടങ്ങുന്ന വർക്കുകളെല്ലാം തന്നെ ഓർക്കുക, ഡ്രിബിൾ, ബിഹാൻഡ്സ് അല്ലെങ്കിൽ പിൻട്രസ്റ്റ്, അവാർഡ്സ് പോലുള്ള ലോകത്തിലെ ടോപ്പായിട്ടുള്ള ഇൻസ്പിറേഷൻ വെബ്സൈറ്റുകളിൽ കാണുന്ന ടോപ്പായിട്ടുള്ള ഡിസൈൻസുകൾ എടുത്ത് അതിനെ വേണം നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്ത് ശീലിക്കാൻ വേണ്ടി. അതിലുപയോഗിച്ചിരിക്കുന്ന ഫോൺ സൈസ്, അതിലുപയോഗിച്ചിരിക്കുന്ന ഫോൺ കളേഴ്സ്, അതിലുപയോഗിക്കുന്ന ഇമേജ് ട്രീറ്റ്മെൻറ്റ്, അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ കാണുന്നത് പോലുള്ള ടോപ്പായിട്ടുള്ള ഡിസൈൻസുകളെ മാത്രം നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്ത് ശീലിക്കുക. അപ്പോൾ നിങ്ങളും ഓട്ടോമാറ്റിക്കലി അത്തരത്തിലുള്ളൊരു പ്രൊഫഷണൽ ഡിസൈൻ ട്രെൻഡിലേക്ക് വരുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾ ഈ പഠിച്ച അറിവുകളും ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള നല്ല ഡിസൈൻസുകളുടെ ഇൻസ്പിറേഷനും കൂടെ ആകുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഡിസൈൻസുകൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു പ്രൊഫഷണൽ ലുക്ക് വരും. നിങ്ങളും ഓട്ടോമാറ്റിക്കലി വളരെ പെട്ടെന്ന് ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് മാറിക്കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം സൈറ്റുകൾ റെഫർ ചെയ്ത്
അതിൽ നിന്നുള്ള ഡിസൈൻസുകൾ തന്നെ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക, നിങ്ങൾ മാക്സിമം ചെയ്ത് ശീലിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു പോർട്ട്ഫോളിയോയിലേക്ക് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു പോർട്ട്ഫോളിയോയിൽ ഇടാൻ വേണ്ടുന്ന വർക്കുകൾ ഇതിലൂടെ നിങ്ങൾക്ക് ചെയ്ത് ശീലിക്കാൻ പറ്റും. ആ ചെയ്ത് കിട്ടുന്ന വർക്കുകൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലിട്ട് നല്ലൊരു റെസ്യൂമേ കൂടി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് UI/UX ഡിസൈൻ ഫീൽഡിലേക്ക് വളരെ ധൈര്യമായിട്ട് മുന്നോട്ട് വരാൻ പറ്റും. നിങ്ങൾക്ക് നല്ലൊരു കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പ്രധാനമായിട്ടും വീണ്ടും ഓർത്തിരിക്കുക, ഇത് എല്ലാ പോയിന്റുകളും വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നതാണ്. അപ്പോൾ എല്ലാം ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കി ഓരോ മേഖലയിലൂടെ കടന്നു വന്ന് മാത്രം കഴിവതും ഇത്തരം കാര്യങ്ങളിലേക്ക് ഡിസൈൻ ചെയ്യാൻ ശീലിക്കുക. അല്ലാതെ പെട്ടെന്നൊരു ഡിസൈനർ ആകണമെന്ന് കരുതിയിട്ട് രാവിലെ എണീച്ച് നമ്മൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുത്ത് ചുമ്മാ ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെബ്സൈറ്റ് എടുത്ത് ഡിസൈൻ ചെയ്യുക, അങ്ങനെ പോകാതെ നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ വളരെ ഘട്ടം ഘട്ടമായിട്ട് ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് മനസ്സിലാക്കി വന്ന് അതിലൂടെ നോളജുകൾ മനസ്സിലാക്കിയിട്ട് ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ കാണുന്ന പോലുള്ള നല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ ഡിസൈൻസുകൾ എടുത്ത് അതുപോലെ ഡിസൈൻ ചെയ്ത് ശീലിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് വളരെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ഒരു ലെവൽ തന്നെ മാറ്റിമറിക്കാൻ ഈ പോയിന്റുകൾ സഹായിക്കും. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട് എക്സ്പ്ലോർ UX/UI ഡിസൈൻ നൗ ഓൺവേർഡ്സ്. ഇപ്പോൾ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ UI/UX ഇപ്പോൾ തന്നെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുക. അതിലെ ഓരോ പോയിന്റുകളും നിങ്ങൾ വളരെ പാഷനേറ്റ് ആയിട്ട് പഠിക്കുക. നിങ്ങൾക്ക് നല്ലൊരു കരിയർ ഞാൻ വ്യക്തിപരമായിട്ട് നിങ്ങൾക്കായിട്ട് വിഷ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്തായിരുന്നാൽ തന്നെയും ഇത്തരത്തിൽ ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു കരിയർ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതിൽ വളരെ 100% ഉറപ്പാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു കരിയർ ഉണ്ടാവട്ടെ. അപ്പോൾ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ കൂടെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മറ്റൊരു ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Till then, bye guys.